ശരി. ഏത് ബിസിനസ്സിൻ്റെയും ജീവവായുവാണ്. ജീവവായു എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിജനാണ്. എന്ത്? വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ അതായത് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി അല്ലെങ്കിൽ CC ഫെസിലിറ്റി. ഓക്കെ, ഏത് ബിസിനസ്സിനും വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാതെ അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റോ CC ലിമിറ്റോ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ഒരു പൈസ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് എങ്ങനെയൊക്കെ കൊണ്ടുവരാം? വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ മലയാളം എന്താണ് പറയുക? പ്രവർത്തന മൂലധനം. ഓക്കെ, ആ കമ്പനി പ്രവർത്തിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനായിട്ട്, ബിസിനസ് ചെയ്യുന്നതിനായിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടത്തണം, പർച്ചേസ് ചെയ്യണം, സ്റ്റാഫുകൾക്ക് സാലറി കൊടുക്കണം, മറ്റുള്ള ഓപ്പറേഷണൽ എക്സ്പെൻസ്, കറണ്ട് ബില്ല് അടയ്ക്കണം, ട്രാൻസ്പോർട്ടേഷന്, ലേബർ ചാർജസ്, ഇതെല്ലാം കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പൈസയാണ് എന്തിന്? ഓഡിക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഓഡിയിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കുന്നത്. അതായത് ഏത് ബിസിനസ്സിൻ്റെയും ജീവവായുവാണ്, ഓക്സിജനാണ് എന്ത്? ഓവർ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ CC ലിമിറ്റ്. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളതിൻ്റെ ആക്ച്വലി നമ്മുടെ പ്രവർത്തന മൂലധനം എന്നുള്ളത് നമുക്ക് രണ്ട് രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ സ്വന്തം പൈസയായിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. നമ്മളത് ബാങ്കിൽ നിന്ന് ബോറോ ചെയ്യുവാണെങ്കിൽ അതിനെയാണ് ഓവർ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ CC ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നിർബന്ധമൊന്നുമില്ല നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. മനസ്സിലായില്ലേ? പക്ഷേ നമുക്ക് ബിസിനസ്സിന് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാവണം. നമ്മൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ഓൺ പൈസയാണ്. അതല്ല ബാങ്കിൽ നിന്ന് ബോറോ ചെയ്യുന്നത് രണ്ട് പ്രോഡക്റ്റായിട്ട്, ഒന്ന് ഓവർ ഡ്രാഫ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ രണ്ട് CC ലിമിറ്റായിട്ടും. ഇതാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളതാണ് ഓക്സിജൻ. ഓക്കെ, ബിസിനസ് എന്തിനാണ് ഈ പൈസ എന്തിനാണ് ഉപയോഗിക്കുക? ടു ഓവർകം ടു മീറ്റ് ദ ഡെയിലി എക്സ്പെൻസസ്. നമ്മളുടെ കമ്പനിയുടെ ഡെയിലി എക്സ്പെൻസ് എന്തൊക്കെയായിരിക്കും സാധാരണ വരിക? പർച്ചേസ് ചെയ്യണം, റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യണം, ചിലപ്പോൾ സാലറി കൊടുക്കണം, മാസാവസാനമാകുമ്പോൾ സാലറി കൊടുക്കണം, ചിലപ്പോൾ വീക്കിലി ആയിരിക്കും സാലറി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ലേബേഴ്സ് ഉണ്ടാവും, അവർക്ക് പൈസ കൊടുക്കണം. ലേബേഴ്സ് പറഞ്ഞാൽ നമുക്ക് KTR പിന്നെ ലോഡിങ് അൺലോഡിങ് ഒക്കെ ചാർജസ് വരത്തില്ലേ, അതിനായിട്ട് ഓപ്പറേഷണൽ എക്സ്പെൻസ് ഉണ്ടാവും. ലൈക്ക് നമുക്ക് ഇലക്ട്രിസിറ്റിയുടെ ബില്ല് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ കൊറിയർ ചാർജുകൾ വേണ്ടി വരും, ചിലപ്പം ട്രാൻസ്പോർട്ടേഷൻ വരും, ചിലപ്പോൾ ഇതിനെല്ലാം എന്തിൽ നിന്നാണ് പൈസ എടുക്കുന്നത്? ഓഡിയിൽ നിന്നാണ് പൈസ എടുക്കേണ്ടത്. ഈ ഓഡിയിൽ നിന്നുള്ള പൈസ എടുത്തിട്ട് നമുക്ക് വേറെ ഒരു ബിസിനസ് ആക്ടിവിറ്റിക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതായത് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി പൊളിഞ്ഞു പോകും, അത്രയേ ഉള്ളൂ. ഈ പൈസ എടുത്തിട്ട് നമുക്ക് എന്ത് വാങ്ങിക്കാൻ പറ്റത്തില്ല? ഒരു മെഷീനറി വാങ്ങിക്കാൻ പറ്റത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലാൻഡ് വാങ്ങിക്കാൻ പറ്റത്തില്ല, ഒരു ബിൽഡിങ് കെട്ടാൻ പറ്റത്തില്ല. അതെല്ലാം ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് കമ്പനിയുടെ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യണം അത് വെച്ചിട്ട്. മനസ്സിലായില്ലേ? ആ അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഓടി വെച്ചിട്ടുള്ള ഏതൊക്കെ അസറ്റ്സാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? രണ്ട് അസറ്റ് ക്രിയേറ്റ് ചെയ്യും. ഏതൊക്കെയാണ്? ഒന്ന്, നമുക്ക് സ്റ്റോക്ക് നമ്മുടെ അസറ്റാണ് അല്ലേ. പിന്നെ വരുന്നത് ഏതാണ്? ഡെറ്റേഴ്സ്, മാർക്കറ്റിൽ നിന്ന് കിട്ടാനുള്ള പൈസ. ഇതാണ് എന്ത് വെച്ചിട്ട് ക്രിയേറ്റ് ആവേണ്ടത്? ഓടി വെച്ചിട്ട് ക്രിയേറ്റ് ആവേണ്ടത്. മറ്റേ ടേം ലോൺ വെച്ചിട്ട് നമുക്ക് എന്ത് വേണം? മെഷീനറി പർച്ചേസ് ചെയ്യുന്നതിനായിട്ടോ അല്ലെങ്കിൽ ഒരു ലാൻഡ് വാങ്ങിക്കുന്നതിനായിട്ടോ ഒരു പ്ലാന്റ് കിട്ടുന്നതിനായിട്ടോ ഒക്കെ ഏത് ഉപയോഗിക്കാം? ടേം ലോൺസ് ഉപയോഗിക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? ഇനി ഞാനിപ്പോൾ പറഞ്ഞു ജീവവായു ആണെന്ന് പറഞ്ഞു, O2 ഓക്സിജൻ ആണെന്ന് പറഞ്ഞു ഇല്ലേ. ഇന്നേരം നമ്മളിപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോഴത്തേനും അതിനെയാണ് ഓടി എന്നും പറഞ്ഞു. കറക്റ്റ് അല്ലേ? ഇനിയിപ്പോൾ വരുന്നത് ഈ ഓടിക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തിക്കുന്നതെന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഒരു ബാങ്ക് നമുക്കൊരു ഓടി ലിമിറ്റ് തരുമെന്ന് വെച്ചു. നമ്മളുടെ എലിജിബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്തു. നമുക്ക് ചുമ്മാ വാരിക്കോരിയൊന്നും തരത്തില്ല. നമ്മളുടെ എലിജിബിലിറ്റിയൊക്കെ നോക്കി നമ്മളുടെ ആവശ്യത്തിന് എത്രയുണ്ടോ നോക്കി അത് അനുസരിച്ച് മാത്രമേ ഫണ്ട് തരത്തുള്ളൂ. ഈ ഓഡി ലിമിറ്റ് നമുക്കൊരു കറണ്ട് അക്കൗണ്ടൊക്കെ അറിയാമല്ലോ. കമ്പനിയുടെ പേരിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടിനെയാണ് എന്ത് പറയുക? കറണ്ട് അക്കൗണ്ട്. നമ്മൾ ഇൻഡിവിജ്വൽ പേരിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടിനെ എന്ത് പറയും? സേവിങ് ബാങ്ക് അക്കൗണ്ട്. നമ്മൾ ഇൻഡിവിജ്വലി പോയിട്ടൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ സേവിങ് ബാങ്ക് അക്കൗണ്ട്, നമ്മളുടെ പാൻ കാർഡും ആധാർ കാർഡും എല്ലാം കൊടുത്ത് നമുക്കൊരു പൈസയും കൊടുത്ത് നമുക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. നമ്മളുടെ പേരിലായിരിക്കും. ഓക്കെ, പക്ഷേ കമ്പനിയുടെ പേരിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അക്കൗണ്ടിനെ എന്താ പറയുക? കറണ്ട് അക്കൗണ്ട്. അന്നേരം കമ്പനിയുടെ KYCs കൊടുക്കണം. കമ്പനിയുടെ KYC എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് വരിക? കമ്പനിക്ക് GST സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഉദ്യം രജിസ്ട്രേഷൻ ഉണ്ടാവും. ഓക്കെ, ഇതെല്ലാം കൊടുത്തിട്ടായിരിക്കും എന്നിട്ട് കമ്പനിയുടെ പേരിൽ ആരാണോ സൈൻ ചെയ്യുന്നത് അവരുടെ ഡീറ്റെയിൽസ് കൂടെ കൊടുക്കുമ്പോഴത്തേനായിരിക്കും ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ആവുക. ഇങ്ങനെ ഓപ്പൺ ആവുന്ന ഒരു കറണ്ട് അക്കൗണ്ടിലോട്ട്
ബാങ്ക് ഒരു ഫെസിലിറ്റി ഒരു 50 lakhs അല്ലെങ്കിൽ ഒരു 100 lakhs അല്ലെങ്കിൽ ഒരു 25 lakhs ഫെസിലിറ്റി ലോഡ് ചെയ്യും ഈ കറണ്ട് അക്കൗണ്ടിലോട്ട്. മനസ്സിലായില്ലേ? ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലപ്പം ബാങ്ക് തന്നിരിക്കുന്ന 50 lakhs rupees അവിടെ ഉണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാം. എത്ര വേണം? 50 lakhs-നകത്തുള്ള ഏത് എമൗണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാനായിട്ടും പറ്റും. ഓക്കെ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ എടുക്കുന്ന പൈസയ്ക്ക് മാത്രം ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. നമുക്കിപ്പോൾ 50 ലക്ഷം രൂപ നമുക്ക് സാങ്ഷൻ ആയിട്ടുണ്ട്. ഈ 50 ലക്ഷം രൂപയ്ക്കകത്ത് നമ്മൾ എടുക്കുന്നത് 5 ലക്ഷം രൂപ എടുക്കുന്നതെന്ന് വെച്ചു. ഈ 5 ലക്ഷം രൂപയ്ക്ക് മാത്രം നമ്മൾ ഇൻട്രസ്റ്റ് അടച്ചാൽ മതി. അത് എത്ര ദിവസം ഉപയോഗിച്ചു അതിന് വേണ്ടിയുള്ള മാത്രം പൈസ ഇൻട്രസ്റ്റും കൊടുത്താൽ മതി. ഈ 5 ലക്ഷം രൂപ 50 ലക്ഷം രൂപയ്ക്ക് എനിക്കുണ്ടായിരുന്നു. 50 ലക്ഷം രൂപയിൽ നിന്ന് ഞാൻ 5 ലക്ഷം രൂപയ്ക്ക് വിഡ്രോ ചെയ്തു. വിഡ്രോ ചെയ്യുമ്പോൾ 5 ലക്ഷം രൂപയ്ക്ക് ഞാൻ പലിശ കൊടുക്കണം. എത്ര ദിവസത്തേക്ക്? ഇപ്പോൾ എടുത്തിരിക്കുന്ന 3 ദിവസത്തേക്കാണ്. ആ 3 ദിവസത്തേക്കുള്ള പലിശ കൊടുക്കണം. നല്ല പ്രൊഡക്റ്റ് അല്ലേ? സാധാരണ ടേം ലോണിൽ എന്താ പറ്റുന്നതെന്നറിയോ? 50 ലക്ഷം രൂപ നമ്മൾ ലോൺ നമുക്ക് കിട്ടിയിട്ട് ടേം ലോണായിട്ട് ഒരു കാലയളവിൽ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് മുതൽ നമുക്ക് ഡിസ്ബേഴ്സ് ചെയ്യുന്ന ദിവസം മുതൽ നമ്മളുടെ ഇൻട്രസ്റ്റിൻ്റെ മീറ്റർ ഓടിക്കൊണ്ടിരിക്കാൻ തുടങ്ങും. മുഴുവൻ എമൗണ്ടിലും 50 ലക്ഷം രൂപയ്ക്ക് ഓടും. ഇവിടെ ഞാൻ എന്താ പറഞ്ഞത്? 5 ലക്ഷം രൂപ എടുത്തതിന് മാത്രമേ ഒന്നുള്ളൂ. 50 ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. നമുക്ക് റിസർവ് ചെയ്ത് ബാങ്ക് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് നമ്മൾ 5 ലക്ഷം രൂപ വിഡ്രോ ചെയ്തിട്ടുള്ളൂ. ആ 5 ലക്ഷം രൂപയ്ക്ക് മാത്രം പലിശ കൊടുത്താൽ മതി. അതാണ് OD ഫെസിലിറ്റിയുടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏത് ബിസിനസ്സിൻ്റെയും ജീവവായുവാണ് OD. അതിനൊരു ഫണ്ട് കൊടുത്തു വെച്ചിരിക്കുകയാണ് അതിനകത്ത്. നമുക്കത് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കണമെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാം. ഏറ്റവും കുറഞ്ഞ രീതിയിൽ പലിശ കൊടുത്താൽ മതി. ഇതാണ് ആ പ്രോഡക്റ്റിൻ്റെ അഡ്വാൻറ്റേജ്. ഓക്കെ. ഇതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് എപ്പോഴായിരിക്കും എടുക്കുക? ഇങ്ങനെ ഒരു കറണ്ട് അക്കൗണ്ടിലോട്ട് നമുക്ക് ലോഡ് ചെയ്തു. ഇൻട്രസ്റ്റ് എടുക്കുന്നത് പറഞ്ഞു. എടുക്കുന്ന എത്ര ദിവസം? ഇനി ഇതിൻ്റെ അകത്ത് നമ്മുടെ കയ്യിൽ പൈസ വാങ്ങിക്കത്തില്ലേ? ഇൻട്രസ്റ്റ് കൊടുക്കണമല്ലോ ബാങ്കിന്. അതെപ്പോഴായിരിക്കും ഇൻട്രസ്റ്റ് വാങ്ങിക്കുക? എല്ലാ മാസത്തിൻ്റെയും ലാസ്റ്റ് വർക്കിംഗ് ഡേയുടെ ഈവനിങ് ആകുമ്പോഴത്തേന് നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് ആ പൈസ അവർ വിഡ്രോ ചെയ്യും. അതിനകത്ത് കിടപ്പുണ്ടാവുമല്ലോ, പൈസ കിടപ്പുണ്ടാവുമല്ലോ. 50 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ആകെ ഉപയോഗിച്ചിരിക്കുന്ന 20 ലക്ഷം രൂപയേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഈ 20 ലക്ഷം രൂപ പല ദിവസങ്ങളിലായിട്ടൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്ന. പൈസ വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്, ഇതെല്ലാം നടന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് എത്ര രൂപയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ആ എത്ര ദിവസത്തേക്ക് ഉപയോഗിച്ചിട്ടിരിക്കുന്ന ആ പൈസയ്ക്കുള്ള ഇൻട്രസ്റ്റ് മാത്രം മാസത്തിൻ്റെ അവസാന ദിവസം അവർ എടുക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ പല കണ്ടീഷൻസും ബാങ്ക് വെക്കും. എന്താണെന്നറിയോ? ഒന്നാമത്തെ RBIയുടെ നിയമപ്രകാരം വരുന്ന കണ്ടീഷൻസ് ഗൈഡ് ലൈൻ പ്രകാരം വരുന്ന ഗൈഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു OD ലിമിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു OD ലിമിറ്റ് വേറൊരിടത്തും പോയി തുടങ്ങാൻ പറ്റത്തില്ല. ഒരു കമ്പനിക്ക് ഒരു OD ലിമിറ്റേ എടുക്കാവുള്ളൂ. ഏതെങ്കിലും ഒരു ബാങ്കിൽ നിന്ന് ഒരു OD ലിമിറ്റ് എടുക്കാവുള്ളൂ. മനസ്സിലായില്ല? ടേം ലോണുകളാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ബാങ്കുകളിൽ നിന്ന് എടുക്കാൻ പറ്റും ഇല്ലേ? ഇന്ന് വേണം SBIയിൽ നിന്നൊരു ടേം ലോൺ എടുക്കാം, അപ്പുറം പോയിട്ട് ഫെഡറൽ ബാങ്കിൻ്റെ നിന്നൊരു ടേം ലോൺ എടുക്കാം. പക്ഷേ OD അങ്ങനെ എടുക്കാനായിട്ട് പറ്റത്തില്ല. ഒരു OD എടുത്തിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ OD എടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു ബാങ്കിൽ പോയി നമുക്ക് OD എടുക്കാനായിട്ട് പറ്റത്തില്ല. ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് പറഞ്ഞാൽ അവർക്കറിയണം ഈ പൈസ എന്തിനാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ടോ, ഇത് എന്താണ് എൻഡ് യൂസ് എന്താണെന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയണം. ഈ പൈസ എന്തിനാണ്? ബിസിനസ്സിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, വേറെ ഒരു പർപ്പസിനും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ODയുടെ പൈസ എടുത്തിട്ട് നമുക്കൊരു കാറ് വാങ്ങിക്കാനായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർട്ടിയുടെ അഡ്വാൻസ് കൊടുക്കുന്നതിനായിട്ടോ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇതെല്ലാം എൻഡ് യൂസ് മോണിറ്റേർഡ് ആണ് ആക്ച്വലി. ഓക്കെ. OD അല്ലെങ്കിൽ CC ലിമിറ്റിൻ്റെ എൻഡ് യൂസ് എപ്പോഴും മോണിറ്റേർഡ് ആണ്. എങ്ങോട്ടായി പോകുന്ന പൈസ എന്നുള്ളത് നോക്കും. നമുക്കൊരു റിലേഷൻഷിപ്പ് മാനേജർ ഉണ്ടാവും ബാങ്കിൽ നിന്ന്. നമ്മളുടെ എല്ലാ ക്വയറീസും നമ്മളുടെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നതിനായിട്ട്, നമ്മളുടെ ഗ്രീവിയൻസും മറ്റുള്ള എല്ലാ സപ്പോർട്ടുകളും വേണ്ടുന്നതിനായിട്ട് നമുക്കൊരു റിലേഷൻഷിപ്പ് മാനേജർ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞാൽ മതി, അദ്ദേഹം ഹാൻഡിൽ ചെയ്തോളൂ അക്കൗണ്ട്. ഇതാണ് OD ഫെസിലിറ്റിയുടെ പ്രത്യേകത. ഓക്കെ. ഞാൻ പറഞ്ഞ ഇൻട്രസ്റ്റ് 31-ാം തീയതി മാത്രമേ എടുക്കത്തുള്ളൂ. ഇനി മൾട്ടിപ്പിൾ OD നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നും പറഞ്ഞു. അടുത്തത്, ഈ ഒരു OD ലിമിറ്റ് ഉണ്ടെങ്കിൽ ഈ OD കൂടെ തന്നെ വേണം നമ്മളുടെ എല്ലാ ബിസിനസ് ക്രെഡിറ്റുകളും റൂട്ട് ചെയ്യാനായിട്ട്. ഒരു OD ലിമിറ്റ് ഒരാൾക്കുണ്ടെന്ന് വെച്ചോ, ആ അക്കൗണ്ടിൽ കൂടെ തന്നെ വേണം, ആ അക്കൗണ്ടിൽ നിന്ന് വേണം എല്ലാവർക്കും ചെക്ക് കൊടുക്കുന്നതിനായിട്ട്. അദ്ദേഹത്തിൻ്റെ പേയ്മെൻറ്റ് വരുമല്ലോ, അദ്ദേഹത്തിൻ്റെ ബിസിനസ് ക്രെഡിറ്റ് വരുമല്ലോ, അതും ഏത് അക്കൗണ്ടിൽ കൂടെ തന്നെ വേണം? ഈ OD അക്കൗണ്ടിൽ കൂടെ തന്നെ വേണം. അതായത് ആ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ബിസിനസ് ട്രേഡിങ്ങുകളും ട്രാൻസാക്ഷൻസും ഈ OD അക്കൗണ്ടിൽ കൂടെ മാത്രമേ ചെയ്യാവുള്ളൂ എന്നുള്ള കണ്ടീഷൻസും ഉണ്ട്. ചിലപ്പോൾ പലപ്പോഴും ഇപ്പോൾ കറണ്ട് അക്കൗണ്ടുകളൊക്കെ ഓപ്പൺ ചെയ്യാൻ അനുവദിക്കാറുണ്ട് ബാങ്കുകൾ. പക്ഷേ
ടെക്നിക്കലി ആ അക്കൗണ്ടിൽ കൂടെ തന്നെ ട്രാൻസാക്ഷൻ ചെയ്യാവുള്ളൂ. ഇതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഏറ്റവും മിനിമം ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വരുന്നുള്ളൂ. ഇപ്പം ഒരു സാഹചര്യം വിചാരിച്ചോ, നമ്മളിപ്പം ഓഡി ഉപയോഗിക്കുന്നുണ്ട്, പൈസ വിഡ്രോ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, അതിൻ്റെ അകത്തോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ലെന്ന് വെച്ചോ, നമ്മളുടെ വേറൊരു കറണ്ട് അക്കൗണ്ടിലാണ് വരുന്നത്. ആ കറണ്ട് അക്കൗണ്ടിൽ കിടക്കുന്നതിന് പൈസയ്ക്ക് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടോ? ഇല്ല. ഇതിൻ്റെ അകത്തായിരുന്നെങ്കിൽ അതിൻ്റെ അകത്തൊരു 12 ലക്ഷം രൂപ കിടപ്പുണ്ടെന്ന് വെച്ചോ, ഇവിടെ നമ്മൾ 45 ലക്ഷം രൂപ ഉപയോഗിച്ചിട്ടുമുണ്ട്. ആ 12 ലക്ഷം രൂപ ഇവിടെ കിടന്നിരുന്നെങ്കിൽ ബാക്കി 33 ലക്ഷം രൂപയ്ക്ക് പലിശ കൊടുത്താൽ പോരായിരുന്നു. അവിടെ കിടന്നതിന്, ആ കറണ്ട് അക്കൗണ്ടിൽ കിടന്നതിന് നമുക്ക് പലിശ കിട്ടിയോ? ഇല്ല. കറണ്ട് അക്കൗണ്ടിൽ കിടക്കുന്നതിന് നമുക്ക് പലിശ കിട്ടത്തില്ല കേട്ടോ. കാരണം ആ കറണ്ട് അക്കൗണ്ടിൽ കിടന്ന പൈസയ്ക്ക് നമുക്ക് പലിശയും കിട്ടിയില്ല. ഇവിടെ നമുക്ക് അത് ഈ അക്കൗണ്ടിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്യാവുന്നതുകൊണ്ട് നമ്മൾ 45 ലക്ഷം രൂപയ്ക്ക് പലിശ കൊടുക്കണം. പക്ഷേ ആ 12 ലക്ഷം രൂപ ഇവിടെ കിടപ്പുണ്ടായിരുന്നെങ്കിൽ നമ്മൾ 33 ലക്ഷം രൂപയുടെ പലിശ കൊടുത്താൽ മതിയായിരുന്നു. മനസ്സിലായില്ലേ? പൈസ കിടപ്പുണ്ടായിരുന്നുകൊണ്ട് ഒരു ദിവസം കിടക്കുന്ന കാര്യമാണ് പറയുന്നത്. നമ്മളൊരു ആവറേജ് കിടക്കുന്ന കാര്യമാണ് പറയുന്നത് കേട്ടോ. ഒരു ആവറേജ് മാസം തോറും കിടക്കുന്ന ആ ഇതിനെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ക്ലിയർ ആണല്ലോ അത്? പിന്നെ ഇതിൻ്റെ സാധാരണഗതിയിൽ ഇതിൻ്റെ എലിജിബിലിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ആണെങ്കിൽ, OD ഫെസിലിറ്റി ആണെങ്കിൽ എന്താ നോക്കുക, നമ്മളൊരു കൊളാറ്ററൽ കൊടുക്കണം, ഒരു പ്രോപ്പർട്ടി കൊടുക്കണം കൊളാറ്ററലായിട്ട്. പ്രോപ്പർട്ടി എന്ന് പറയുമ്പോഴത്തേന് എന്തായിരിക്കും, നമ്മളുടെ വീടായിരിക്കാം, താമസിക്കുന്ന വീടായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വേറൊരു ലാൻഡ് പ്രോപ്പർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ സ്ഥാപനം ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ബിൽഡിംഗ് ഉള്ളൊരു പ്രോപ്പർട്ടിയോ ബിൽഡിംഗ് ഇല്ലാത്ത ഒരു പ്രോപ്പർട്ടിയോ ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ വാല്യുവേഷൻ ആയിരിക്കും എപ്പോഴും എന്തായിരിക്കും, നല്ല സ്ട്രോങ് ആയിട്ടുള്ള വാല്യുവേഷൻ പ്രോപ്പർട്ടിയാണെന്ന് വെച്ചോ. ആ പ്രോപ്പർട്ടി ആണെങ്കിൽ അതിൻ്റെ ഒരു 80% വരെ എന്ത് കൊടുക്കും, ലോൺ കൊടുക്കും. മനസ്സിലായില്ലേ? 80%. ആ പ്രോപ്പർട്ടി വാല്യൂവിന് 100 രൂപ വാല്യൂ വരുന്നുണ്ടെങ്കിൽ, വില വരുന്നുണ്ടെങ്കിൽ 80 രൂപ വരെ നമുക്ക് ലോൺ തരും, 80%. സബ്ജക്റ്റ് ഒരു കണ്ടീഷനുണ്ട് അതിൻ്റെ അകത്ത്. എന്താണെന്നറിയോ, ഈ 80% തരുമ്പോഴത്തേന് നമ്മളുടെ ടേൺ ഓവറിൻ്റെ 20% ആകാവുള്ളത്. ടേൺ ഓവറിൻ്റെ ബിസിനസ് ആനുവലി നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ, ഒരു വർഷം നമ്മൾ ടോട്ടൽ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ 20% അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ 80% ഇതിലേതാണോ കുറവ് അതായിരിക്കും നമ്മളുടെ എലിജിബിലിറ്റി. മനസ്സിലായോ? അതായത് എനിക്കിപ്പോൾ ഒരു 10 കോടി രൂപ ടേൺ ഓവർ ഉണ്ടെന്ന് വെച്ചു, അതിൻ്റെ 20% എന്ന് പറഞ്ഞാൽ എത്രയായി? 2 കോടി രൂപയായി. ഓക്കെ, എനിക്ക് 2 കോടി രൂപയുടെ എലിജിബിലിറ്റി ഉണ്ട്. പക്ഷേ ഞാൻ കൊടുത്ത പ്രോപ്പർട്ടിയുടെ വാല്യൂ 1.5 കോടി രൂപയേ ഉള്ളൂ. അതിൻ്റെ 80% എടുക്കുമ്പോഴത്തേന് ഏകദേശം ഒരു 1.2 crores വരുന്നുള്ളൂ. എനിക്ക് എലിജിബിലിറ്റി 1.2 crores കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? 2 കോടി രൂപ കിട്ടത്തില്ല. ഇനി തിരിച്ച് ഞാൻ പ്രോപ്പർട്ടി വലിയ 4 കോടി രൂപയുടെ പ്രോപ്പർട്ടി കൊടുക്കുന്നത്. ഓക്കെ, അതിൻ്റെ 80% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയുണ്ട്? 3.2 crores ഉണ്ട്. പക്ഷേ ടേൺ ഓവർ 10 കോടിയേ ഉള്ളൂ. അതിൻ്റെ ലിമിറ്റ് എത്രയാണ്? 20% എടുത്തു കഴിഞ്ഞാൽ എത്രയുണ്ട്? 2 കോടി രൂപ കിട്ടും. അന്നേരം എനിക്ക് 2 കോടിയേ കിട്ടത്തുള്ളൂ, 3.8 crores കിട്ടത്തില്ല. മനസ്സിലായില്ലേ? ഏതാണോ കുറവ് അതേ കിട്ടത്തുള്ളൂ. ഇതാണ് ഓവർ ഡ്രാഫ്റ്റിൻ്റെ പ്രത്യേകത. അവിടെ എപ്പോഴും നോക്കുന്നത് പ്രോപ്പർട്ടിയുടെ സ്ട്രെങ്ത് ആണ് നോക്കുന്നത്. പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ എത്ര വരുന്നുണ്ട്, എന്ത് പ്രോപ്പർട്ടിയാണ് കൊടുക്കുന്നത്, ഇതൊക്കെ വാല്യൂ ചെയ്തിട്ടാണ് എപ്പോഴും ഓവർ ഡ്രാഫ്റ്റ് മാനേജ് ചെയ്യുന്നത്. പക്ഷേ CC ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ക്യാഷ് ക്രെഡിറ്റ് എപ്പോഴും ഒരു നീഡ് ബേസ്ഡ് ഫണ്ടിങ് ആണ്. ഓക്കെ, നമുക്ക് ആവശ്യം എത്ര രൂപയുണ്ടോ അതിന് മാത്രമായിരിക്കും നമുക്ക് ലിമിറ്റ് കിട്ടുക, ഫണ്ട് കിട്ടുക. OD ലിമിറ്റിൽ എങ്ങനെയാണ്? ടേൺ ഓവറിൻ്റെ 20% എലിജിബിലിറ്റി. ഓക്കെ, CC ലിമിറ്റ് ആണെങ്കിൽ എങ്ങനെയാണ്? നമുക്ക് സ്റ്റോക്കുണ്ട് ഇല്ലേ, നമ്മുടെ ഇതിന് സ്റ്റോക്കിനൊരു വാല്യൂ ഉണ്ടല്ലോ, സ്റ്റോക്കിൻ്റെ വാല്യൂ എടുക്കും. പ്ലസ് നമുക്ക് റിസീവബിൾസ് അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് നമുക്ക് കിട്ടാനായിട്ടുള്ള പൈസ ഉണ്ടല്ലോ, അതിനെ എന്താണ് പറയുക? റിസീവബിൾസ് അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് പറയുക. ഡെപ്റ്റേഴ്സിനെ എടുക്കും. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴത്തേന് ഒരു എമൗണ്ട് കിട്ടുമല്ലോ. ഓക്കെ, അതിൻ്റെ എത്ര കൊടുക്കും? ഇതിൻ്റെ ഇന്ന് എന്ത് മൈനസ് ചെയ്യണം? മൈനസ് ക്രെഡിറ്റേഴ്സ്. അതായത് ഇത് കൂട്ടി കിട്ടുന്നത് സ്റ്റോക്കും ഡെറ്റേഴ്സും കൂടെ കൂട്ടി കിട്ടുന്നത്. സ്റ്റോക്കും ഡെറ്റേഴ്സും സ്റ്റോക്ക് എൻ്റെ 10,000 രൂപയുടെ സ്റ്റോക്ക് ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിനായിട്ട് 20,000 രൂപയുണ്ട്. ഓക്കെ, ഇത് എത്രയായി നേരം? 30,000 രൂപയായി. കറക്റ്റ് അല്ലേ?
എനിക്കിനി ഞാൻ ഈ സാധനം വാങ്ങിച്ച വഴിയിൽ എനിക്കൊരു 8,000 രൂപ ഞാൻ കൊടുക്കാനുണ്ട്. ആർക്ക് കൊടുക്കാനുണ്ട്? എനിക്ക് സപ്ലൈ ചെയ്ത ആൾക്കാർക്ക് കൊടുക്കാനുണ്ട്. ആ 8,000 രൂപ ഇതിൽ നിന്ന് അങ്ങ് കുറയ്ക്കണം. ഓക്കെ, അന്നേരം എത്രയായി? 22,000 രൂപയായി. കറക്റ്റ് അല്ലേ? ഈ 22,000 രൂപയുടെ ഇതാണ് എനിക്ക് ആക്ച്വലി വേണ്ട വർക്കിംഗ് ക്യാപിറ്റൽ. ഇത്രയും പൈസ മതി എനിക്ക്. ഓക്കെ, ഇതിൻ്റെ എത്ര പെർസെൻറ്റേജ് എനിക്ക് തരും ബാങ്ക്? 75% വരെ ബാങ്ക് ഫിനാൻസ് ചെയ്യും. ഈ 22,000 രൂപയുടെ 75% എന്ന് പറയുമ്പോൾ എത്രയായി? ഏകദേശം ഒരു 4,400 5,500 രൂപ കുറയും. 22,000 നിന്ന് 5,500 രൂപ കുറയുമ്പോഴത്തേന് എത്രയായി? -0.05 രൂപയായിരിക്കും എൻ്റെ എലിജിബിലിറ്റി. ഇത്തരം ഫണ്ടായിരിക്കും എനിക്ക് തരുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകത ഉണ്ടല്ലോ, അന്നേരം ഞാൻ കൊടുത്തിരിക്കുന്ന കൊളാട്രലിൻ്റെ വാല്യൂ ഒരു 16,500 രൂപയുള്ളതെന്ന് വെച്ചു, പ്രോപ്പർട്ടി വാല്യൂ. ഇക്വലൻ്റായിട്ട് എനിക്ക് തരും. 100% വാല്യൂഷൻ നോക്കും. ഇതിനകത്തൊരു പ്രത്യേകത എന്താണെന്നറിയോ? നമ്മുടെ പ്രോപ്പർട്ടി വാല്യൂവിൻ്റെ 100% വാല്യൂവേഷൻ നമുക്ക് കിട്ടും. ഓഡിയിൽ എത്രയായിരുന്നു കിട്ടിയത്? 80%. ഇതിനകത്ത് പ്രോപ്പർട്ടി വാല്യൂ ഉണ്ട് 100 രൂപ ഉണ്ടെങ്കിൽ 100 രൂപ നിങ്ങൾക്ക് തരുവാണ്. ഇനി ചിലപ്പോൾ 100 രൂപയുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ ചിലപ്പോൾ 120 രൂപയും തരും, ചിലപ്പോൾ 130 രൂപയും തരും. മനസ്സിലായില്ലേ? അതായത് ഇവിടുത്തെ കണക്കിനനുസരിച്ച് നിങ്ങൾക്കൊരു 13,000 രൂപയുടെ കൊളാട്രലാണ്, 13,500 രൂപയുടെ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നെന്ന് വെച്ചോ, അതാണെങ്കിൽ ചിലപ്പോൾ 16,500 രൂപ കിട്ടും. എൻ ടു മോണിറ്റർ ചെയ്യും. ഓഡി ലിമിറ്റിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ ഒരു വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ അത്ര ഷാർപ്പായിട്ടുള്ള മോണിറ്ററിങ് ഉണ്ടാവില്ല. ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് മാത്രമേ നോക്കത്തുള്ളൂ. മനസ്സിലായോ? പക്ഷേ ഇതിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ എന്തിനു ഉപയോഗിക്കുന്ന, ആർക്ക് ഉപയോഗിക്കുന്ന, എവിടെയാണ് കൊടുക്കുന്നതെന്നെല്ലാം നോക്കും. നമ്മൾ റെഗുലറായിട്ടുള്ള പർച്ചേസ് സ്ഥലം ചെയ്യുന്ന, ഞാനിപ്പോൾ റെഗുലറായിട്ട് നിങ്ങളുടെയും എല്ലാവരുടെയും നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അന്നേരം അബിയുടെ നിന്ന് ഞാൻ 10,000 രൂപയുടെ സാധനം വെച്ചു. ഇപ്പം ഞാൻ അബിക്ക് പകരം ഞാൻ വേറൊരാളെ വെക്കുകയാണ്. ഇപ്പം ഞാൻ പറയണ ഒരു പേയ്മെൻറ്റ് നേരെ ടാറ്റ മോട്ടോഴ്സിന് കൊടുക്കുക. അവർ ചോദിക്കും ഇത് എന്തിനാണ്, ഇത് ആർക്കാണ്? ഇല്ല സാർ, ഒരു കാറ് വാങ്ങിക്കുന്നുണ്ട്, അതിൻ്റെ പൈസയാണ്. അങ്ങനെ പറയും, സാറേ കാർ ലോൺ എടുക്കാൻ പറയും. CC ലിമിറ്റിൽ നിന്ന് ഫണ്ട് കൊടുക്കത്തില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ബ്ലോക്ക് ചെയ്യും, കൊടുക്കത്തില്ല. കൊടുക്കാൻ പറയുന്നത് ഏതാണ്? കാർ ലോൺ വാങ്ങിച്ചെടുത്തിട്ട് നിങ്ങൾ വാങ്ങിച്ചോളാൻ പറയും. പക്ഷേ ഇതിൽ നിന്നുള്ള പൈസ കൊടുക്കാൻ സമ്മതിക്കത്തില്ല. മനസ്സിലായില്ലേ? അന്നേരം CC ലിമിറ്റും OD ലിമിറ്റും ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം, അതിൻ്റെ എൻഡ് യൂസ് എപ്പോഴും മോണിറ്റേർഡ് ആണ്. ഒരു നീഡ് ബേസ്ഡ് ഫണ്ടിങ് ആണ് എന്ത് CC ലിമിറ്റ് എന്നുള്ളത്. OD ലിമിറ്റ് എന്നുള്ളത് പ്രോപ്പർട്ടി സ്ട്രോങ് ആയിരിക്കണം, ഇതിൽ ബിസിനസ് സ്ട്രോങ് ആയിരിക്കണം. ഇതിൽ CC ലിമിറ്റ് കിട്ടണമെങ്കിൽ ഇത്രയേ ഉള്ളൂ പ്രധാനപ്പെട്ട വ്യത്യാസം വരുന്നത്. ബാക്കി എല്ലാ ക്യാരക്ടറും സെയിം ആണ്. ഏതാണ്? ഉപയോഗിക്കുന്ന പൈസയ്ക്ക് മാത്രമേ ഫണ്ടുള്ളൂ, എത്ര ദിവസത്തേക്ക് ഉപയോഗിച്ചു അതിന് മാത്രമേ ഉണ്ടാവുള്ളൂ. 31-ാം തീയതി നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഇത് കൊടുക്കണം. ഏത് കൊടുക്കണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇനി CC ലിമിറ്റിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഓരോ മാസവും നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? ഒരു നമ്മുടെ കയ്യിൽ എത്ര രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്, ഡെറ്റേഴ്സ് എത്രയുണ്ട്, ക്രെഡിറ്റേഴ്സ് എത്രയുണ്ട്, ഇതെല്ലാം നമ്മൾ എപ്പോൾ കൊടുക്കേണ്ടി വരും? മന്ത് എൻഡിൽ ഇതിൻ്റെ ലിമിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ഡെറ്റേഴ്സിൻ്റെയും ക്രെഡിറ്റേഴ്സിൻ്റെയും കിട്ടാനുള്ള പൈസയുടെയും സ്റ്റോക്കിൻ്റെയും നമുക്ക് കൊടുക്കാനുള്ള പൈസയുടെയും കണക്കുണ്ട്. ഇതിൽ നിന്നാണ് ലിമിറ്റ് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായില്ലേ? ഓരോ മാസവും നമുക്ക് ഇത് വരണം. ഇതിനെ എന്താണ് പറയുകയെന്നറിയോ? ഈ കാൽക്കുലേഷൻ എന്താണ് പറയുകയെന്നറിയോ? DP. വെരി ഗുഡ്. DP എന്ന് പറഞ്ഞാൽ ഡ്രോവിങ് പവർ. ഇതിനെ DP എന്നാണ് പറയുന്നത്. DP എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ കാൽക്കുലേഷൻ, സ്റ്റോക്ക് പ്ലസ് ക്രെഡിറ്റേഴ്സ് മൈനസ് ക്രെഡിറ്റേഴ്സ് ഇൻറ്റു 75%. മനസ്സിലായില്ല? അതാണ് ഡ്രോവിങ് പവർ. ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ ഗ്യാപ്പ്. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ ഗ്യാപ്പ് എന്നും ഇതിനെ പറയും. മനസ്സിലായില്ലേ? എൻഡ്യൂസ് മോണിറ്റേർഡ് ആണ് CC ലിമിറ്റിൻ്റെ അകത്ത്.
മറ്റേതിനകത്താണെങ്കിൽ എൻഡ് യൂസ് അത്രയ്ക്ക് മോണിറ്റേഡ് അല്ല. ബാക്കി ഇൻട്രസ്റ്റ് എടുക്കുന്നത് സെയിം രീതിയിലാണ് ഇൻട്രസ്റ്റ് എടുക്കുന്നത്. പ്രധാനപ്പെട്ട വ്യത്യാസം വരുന്നത് പ്രോപ്പർട്ടി വാല്യൂവിന് ഈക്വലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചിലപ്പോൾ അതിനേക്കാൾ കൂടിയൊരു എമൗണ്ട് നമുക്ക് ഫണ്ട് കിട്ടും. നല്ല കമ്പനി, നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പനി എന്ന് വെച്ചു. എനിക്ക് കൊളാട്രൽ ആകെ കൊടുക്കാൻ 1 കോടി രൂപയുടെ കൊളാട്രലേ ഉള്ളൂ. പക്ഷേ എനിക്ക് ചിലപ്പോൾ ബാങ്ക് 2 കോടി രൂപയുടെ ലിമിറ്റും തരും. മനസ്സിലായില്ലേ? 2 കോടി രൂപയുടെ ലിമിറ്റും എനിക്ക് തന്നു. പ്രോപ്പർട്ടി കൂടിയുള്ളൂ. അന്നേരം അവർക്ക് വിശ്വാസമാണ് ഞാൻ ഈ ബിസിനസ് കൊണ്ട് നടക്കും, ഞാൻ എവിടെ പോകത്തില്ല, അവരുടെ പൈസ കിട്ടും എന്നുള്ള അവർക്ക് ഗ്യാരണ്ടീഡാണ്. അതുകൊണ്ടാണ് പ്രോപ്പർട്ടി വാല്യൂവിൻ്റെ 100% ഇരട്ടി നമുക്ക് കിട്ടിയത്. ഇതെല്ലാം സബ്ജക്റ്റ് ടു എന്താണ് പറയുക, കമ്പനിയുടെ വെയിറ്റേജ് അനുസരിച്ചിരിക്കും. കമ്പനി എത്രമാത്രം സ്ട്രോങ് ആണെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് ഇരിക്കും. ക്ലിയർ ആണല്ലോ? 12 മാസം 12 months ആണ് എന്തിൻ്റെ ടെണർ? ഓഡിയുടെ അത് സി സിയുടെ അത് 12 months ആണ്. സെയിം ആണ്. ഓക്കെ. സ്റ്റേറ്റ്മെൻറ്റ്, സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, സ്റ്റേറ്റ്മെൻറ്റ്, ഒ ഡി ലിമിറ്റിന് വേണ്ട, സി സി ലിമിറ്റിന് വേണം. ഇത് 12 months ആണ് കേട്ടോ. അതെ, ടെണർ 2 സെയിം ആണ്. 12 months. ഇതിന് ഓഡിയുടെ ഡെറ്റേഴ്സിൻ്റെ ക്രെഡിറ്റേഴ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഡിക്ക് വേണ്ട, ഇതിന് വേണം. പ്രോപ്പർട്ടി വാല്യൂ മാക്സിമം 80%. മാക്സിമം. സി സിക്കാണെങ്കിൽ 100% പ്ലസും നോക്കും. മനസ്സിലായില്ലേ? ഇതാണ് നോക്കുന്നത്. എൻ യൂസ് മോണിറ്ററിങ് ആവറേജ് ആയിരിക്കും നോക്കുന്നത്. ഇത് സ്ട്രോങ് ആയിട്ട് നോക്കും. ഓക്കെ. എൻഡ് യൂസ് മോണിറ്ററിങ് ഇതിൻ്റെ അകത്തൊരു ആവറേജ് ഓക്കെ, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നോക്കും. അതിൻ്റെ അകത്താണെങ്കിൽ ഓഡി ലെവലിലാണ് സ്ട്രോങ് ആയിട്ട്. പ്രോപ്പർട്ടി വാല്യൂ more important, business more important. Interest debit end of the month ആണ്. end of the month ആണ്. ഇത് ശരിക്കും ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ഓരോ പ്രോഡക്റ്റും ശരിക്കും പറഞ്ഞാൽ ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാലേ ഉള്ളൂ നമുക്കിത് സജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ കസ്റ്റമറിൻ്റെ അടുത്ത്. ഇതിൻ്റെ ഐഡിയ എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഒരു തറയുണ്ട്, ഒരു ഗ്രൗണ്ടുണ്ട്, ലാൻഡുണ്ട്, അതിൻ്റെ അകത്തൊരു ഷെഡ് കെട്ടി, ഒരു ഇതെല്ലാം സെറ്റ് ചെയ്തു, മെഷീനറി സെറ്റ് ചെയ്തു, ഇലക്ട്രിസിറ്റി എല്ലാം സെറ്റ് ചെയ്തു, പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. ഇതിൻ്റെ ഒരു ഐഡിയ എന്താണെന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്ഷൻ വരുമ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മൾ കൂടുതൽ നമുക്ക് ടേൺ ഓവർ ഉണ്ടാക്കാൻ പറ്റും ഇല്ലേ? സാധനം ഉണ്ടാക്കുമല്ലോ നമ്മൾ, അത് വിൽക്കും. കറക്റ്റ് അല്ലേ? ആ കിട്ടുന്ന പ്രോഫിറ്റിനുണ്ടോ, അത് കിട്ടുമ്പോഴത്തേക്കും നമുക്കൊരു അഡീഷണൽ റവന്യൂ വരുമല്ലോ, അഡീഷണൽ പ്രോഫിറ്റും ഉണ്ടാവുമല്ലോ. ഒരു സെയിൽസ് നടക്കും, ആ സെയിൽസിൽ കൂടെ നമുക്ക് അഡീഷണൽ പ്രോഫിറ്റും കിട്ടും. കറക്റ്റ് അല്ലേ? ആ പ്രോഫിറ്റിന് വേണം നമ്മൾ എന്ത് കൊടുക്കാനായിട്ട്? ആ മെഷീനറി വാങ്ങിച്ചതിൻ്റെ EMI അടയ്ക്കുന്നതിനായിട്ട്. മനസ്സിലായില്ലേ? ആ മെഷീനറി വാങ്ങിച്ചു, അതിന് നിങ്ങൾ ടേം ലോൺ കൊടുത്തു. പക്ഷേ മെഷീനറി വാങ്ങിച്ചു, ടേം ലോൺ കൊടുത്തു, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് പ്രോസസ്സ് ചെയ്യാനായിട്ടുള്ള റോ മെറ്റീരിയൽ വാങ്ങിക്കാനായിട്ട് നിങ്ങൾ എന്ത് കൊടുക്കും? ഓഡി ലിമിറ്റ് കൊടുക്കണം. വേണ്ട? ഇപ്പം ഞാൻ പറയാം, ദോശമാവ് ഉണ്ടാക്കുന്ന കുറേ മെഷീനറി വാങ്ങിച്ചു വെച്ചു. ദോശ ഉണ്ടാവുമോ? മാവ് ഉണ്ടാവുമോ? ഉഴുന്നും അരിയും കൂടെ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാലേ ഉള്ളൂ ഇതുണ്ടാവുള്ളൂ. ഉഴുന്നും അരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉഴുന്നും അരി വാങ്ങിച്ചു കൊടുക്കുമ്പോഴത്തേനും അത് മെഷീൻ അരച്ച് ദോശ മാവാക്കി കവറ് നാട്ടിൽ പോയിട്ട് കച്ചവടമാകും. കച്ചവടമാകുമ്പോൾ പൈസ കിട്ടും. പൈസ കിട്ടുമ്പോൾ പിന്നെ നമ്മൾ ഉഴുന്നും അരിയും വാങ്ങിക്കും, പിന്നെ അത് മാവാക്കും, വിൽക്കും, പിന്നെയും പൈസ വരും. എന്നിട്ട് ഇതല്ല ചെയ്യുന്നത്. ഈ പ്രോസസ്സ് നടക്കുമ്പോൾ നമുക്കൊരു പ്രോഫിറ്റ് ഉണ്ടാവുമല്ലോ. ഒരു കച്ചവടം നടത്തുമ്പോൾ ഒരു പ്രോഫിറ്റ് കിട്ടുമല്ലോ. ഈ പ്രോഫിറ്റിൽ നിന്ന് വേണം എന്തെടുക്കാനായിട്ട്? നമ്മുടെ മെഷീനറിയുടെ
EMI അടയ്ക്കുന്നതിനായിട്ട്. ഈ പ്രോഫിറ്റിൽ നിന്ന് വേണം നമ്മൾ വേറെന്ത് അടയ്ക്കാനായിട്ട്? ഈ വരുന്ന പൈസയുടെ ഓഡിയുടെ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നതിനായിട്ട്.